മക്കളെടാ എല്ലാവരും നല്ല വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മെയ് 9 നമ്മുടെ റിസൾട്ട് വരാൻ പോവാണ്. SSLC കുട്ടികളുടെ അടിപൊളിയായിട്ട് നിങ്ങളുടെ റിസൾട്ട് വരാൻ പോവാണ്. കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എയിം ചെയ്യേണ്ട ഒരു ദിവസം ആ റിസൾട്ട് ഡേ ആണ്. എപ്പോഴും എയിം ചെയ്യേണ്ടതാണ് റിസൾട്ട് ഡേ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ആ റിസൾട്ട് വരുന്ന ദിവസം നമ്മളൊരു ലാപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെയൊക്കെ പറയുവാണ് നമ്മളിപ്പോൾ വരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാ റിസൾട്ട് വരും. ആ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ റിസൾട്ട് ഇങ്ങനെ വരുവാണ്. 1A+, 2A+, 3A+, 4A+, ഇങ്ങനെ വന്ന് 10A+ നമുക്ക് കിട്ടിയെന്ന് പറയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. എടാ 10A+ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു ഒറ്റ ചാട്ടം, യെസ് മേഡ് ഇറ്റ്. എടാ ആ ഒരു ദിവസത്തിന് വേണ്ടി വേണം നിങ്ങൾ 10ൽ പഠിക്കാൻ. ഞാൻ പറഞ്ഞില്ല, ഈ വർഷത്തെ കുട്ടികൾ നമ്മൾ പഠിച്ചു അതേ പറഞ്ഞ മോഡൽ തന്നെ. നിങ്ങൾ എപ്പോഴും ഞാൻ കാണുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, റിസൾട്ട് ഡേ എയിം ചെയ്യണം, റിസൾട്ട് ഡേ. ആ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ ഹാപ്പി, അമ്മ ഹാപ്പി, നാട്ടുകാർ ഹാപ്പി ഒന്നും ആയിരിക്കത്തില്ല. അവർ പറയുന്നത് അവന് A+ അങ്ങാണ്ട് കിട്ടി. കാരണം നമ്മളൊക്കെ തോറ്റ് കാണാനാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്. എഴുതി വെച്ചോ ഞാൻ ഈ പറയുന്ന കാര്യം. നിങ്ങളുടെ അപ്പുറത്തെ തൊട്ടടുത്ത വീട്ടുകാർ തൊട്ട് അങ്ങോട്ട്, നിങ്ങളുടെ റിലേറ്റീവ്സ് തൊട്ട് അങ്ങോട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ തോറ്റ് കാണാനാണ്. ഒരാൾ പോലും ഇല്ല നമ്മൾ ജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യർ. അപ്പോൾ അവരുടെ എല്ലാം മുൻപിൽ പലരും പറഞ്ഞു കേട്ടോ, അവരുടെയൊക്കെ മുമ്പിൽ നിവർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് പറയണം. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും, മോനെ ജയിച്ചോ, ഫുൾ A+ തന്നെ പാസ്സായത് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അത് പറയണം. നിങ്ങൾ ഫുൾ A+, എടാ നമ്മളങ്ങ് ആഘോഷിക്കും. ഞാൻ പറഞ്ഞു, ഈ കോഡോണിലെ സ്റ്റുഡൻസ് ആണോ നിങ്ങളുടെ റിസൾട്ട് വരുന്നത് നമ്മൾ ആഘോഷിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ട് കിട്ടിയതാണ്. അടുത്ത വർഷത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് എയിം ചെയ്ത് പഠിക്കും. ആ ഒറ്റ ദിവസം അന്ന് നമ്മളങ്ങ് ആഘോഷിക്കേണ്ട ദിവസം. ഒരു വർഷത്തെ നമ്മുടെ കഷ്ടപ്പാടാണ്. രാത്രിയും പകലും ഇരുന്ന് നമ്മൾ പഠിച്ച് ക്വസ്റ്റ്യൻ എഴുതി, കണക്ക് ചെയ്ത് അത് പഠിച്ച്, പടം വരച്ച് പഠിച്ച്, അങ്ങനെ പഠിച്ച് എഴുതി പഠിച്ചതാണ്. നമ്മൾ പഠിച്ച് മേടിച്ചതാടാ. നമ്മൾ ആഘോഷിക്കണം. നിങ്ങൾ അഹങ്കരിച്ചോ, അത് വേണം, ഇത് വേണം, മറ്റു വേണം, എത്ര പേരൻസ് വരും, അങ്ങനെ നിങ്ങൾക്ക് അത് മേടിച്ചാലാ ഇത് ഒന്നും വേണ്ട. പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ടി പേരൻസ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന റിട്ടേൺസ് ഇതാണ്. അവർ നിങ്ങളോട് രാത്രി ഉറങ്ങാതിരിക്കും. നിങ്ങൾക്ക് കട്ടൻ വെള്ളം കടിഞ്ചായ ഇട്ട് തരും. ആ വെള്ളം ഈ വെള്ളം ഇട്ട് രാത്രി ഉറങ്ങാതിരിക്കും. മോളെ പഠിച്ചോ, മോനെ പഠിച്ചോ, പടി. ഇതെല്ലാം ചെയ്ത ഒരു വർഷം, ഇത്രയും കാലം നിങ്ങൾക്ക് കറക്റ്റായിട്ട് സമയത്ത് ഫുഡ് ഉണ്ടാക്കി തന്ന്, ഉടുപ്പ് വേണോ, പാൻറ് വേണോ, ഷൂ വേണോ, ചെരുപ്പ് വേണോ, എന്ത് വേണം നിങ്ങൾ പറയുന്നത് മേടിച്ചു തരും. അമ്മ എനിക്കിന്ന് മന്തി മതി, ഉടനെ മന്തി മേടിച്ചു. അമ്മ എനിക്കിന്ന് ചിക്കൻ ബിരിയാണി വേണം, ആ മേടിക്ക്, നീ തിന്നോ, നീ പഠിച്ചാൽ മതി. അവർ കഷ്ടപ്പെട്ട് ചിലപ്പോൾ അവർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റിയിട്ടേ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ, അവനിങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുക ഒരു ദിവസം ഈ അടുത്ത് കണ്ടപ്പോൾ. അപ്പോൾ അവനോടൊക്കെ പറഞ്ഞു, ഞാൻ എല്ലാം ഇവിടെ വരുന്ന പിള്ളേരോടെല്ലാം എനിക്ക് ഇടയ്ക്കായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ കയ്യിലുണ്ട് ഗ്രീസാണ്, കറുത്ത ഗ്രീസാണ്. അവനോടൊക്കെ പറഞ്ഞു, എടാ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വിട്ട സമയത്തൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ലായിരുന്നു. ഇപ്പം എന്നും ഇങ്ങനെ എടാ രാവിലെ വരും, ഫുൾ ടൈം ഗീസും പുരട്ടി ഞാനിങ്ങനെ നടക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ സെറ്റാ. എവിടെയെങ്കിലും ഒരു അക്കൗണ്ടൻറ്റ്, അവൻ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെ, എവിടെയെങ്കിലും ഒരു അക്കൗണ്ടൻ്റായിട്ടെങ്കിലും പോയിരിക്കാറില്ലല്ലോ, ആ കൊമേഴ്സും നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിലെന്ന്. അവൻ കൊമേഴ്സാണ് പഠിച്ചത്. ആ സമയത്ത് അവൻ ക്ലാസ് നടന്ന സമയത്ത് അവൻ അടിച്ച് പൊളിച്ച് നടന്നു. ഫ്രണ്ട്സ് അത് ഇത് മറ്റത് മറിച്ചത്. അവൻ സ്കൂളിലൊക്കെ അടിപൊളി, ഭയങ്കര മെയിനാണ്. എല്ലാവരും ഇടിയുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, അത് ഇതൊക്കെയാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൻ ഒറ്റയ്ക്കായി പോയി. വേറെ ആരുമില്ല. ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ആരും ഇന്ന് കൂടില്ല. അവരെല്ലാവരും അത് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയി. അന്ന് ഉഴപ്പിന് നടന്നവന്മാർ അങ്ങനെ നടന്നു. പക്ഷേ നമ്മൾ അവിടുന്ന് പിടിച്ചു കയറി വരണം. ഞാൻ എന്ത് പറയാൻ അവനോട്. അവൻ അന്ന് +2 പാസ് ഔട്ടായില്ല. അന്ന് അവൻ വിചാരിച്ചത് മെയിൻ അടിപൊളിയാണെന്ന്. ഞാൻ പിള്ളേരൊക്കെ പഠിക്കുമ്പോൾ ഇന്നത്തെ ട്രെൻഡ് അതാ, പഠിപ്പിക്കുക പോടാ, ഞങ്ങളൊക്കെ പാസ് ഔട്ട് ആവത്തില്ല, ഞങ്ങളൊക്കെ തോക്കും എന്ന് പറയുന്നൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ലൈഫ് വന്നപ്പോൾ ഉണ്ടല്ലോ പോയി. എന്താ പറഞ്ഞു, ഞാൻ എന്നും രാവിലെ വന്ന് ഈ വണ്ടിക്കകത്ത് കയറുന്നു, സ്പാനറിട്ട്. ഇതൊന്നും ചെറിയ ജോലിയാണെന്നല്ല പറയുന്നത്, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ്റെ കഷ്ടപ്പാട് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. എടാ ഭയങ്കര നടുവേദന, അത് ഇത് മറ്റേത് കുറച്ച് എപ്പോഴും പണിയാണ്. നമ്മുടെയൊക്കെ പേരൻസ് ചിലപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അവർക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. വീട്ടിലൊക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരതൊക്കെയാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, നേടിയെടുക്കണമെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളിവിടെ തെക്കോട്ടും പുറകോട്ടും നടക്കുക. ഞാൻ ഫ്രണ്ട്സുണ്ട് അങ്ങനല്ല, എയിം ചെയ്യുമ്പോൾ റിസൾട്ട് പറഞ്ഞ് ഇത്രയും കാലം നോക്കിയ പേരൻസിന് നിങ്ങൾ ആ റിസൾട്ട് കൊടുത്ത് അവരെയും ഹാപ്പിയാക്ക്. അവർ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾ എഴുതി വെച്ചു, നിങ്ങൾ അന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മേടിച്ചു തരും. അന്നത് അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിരിക്കും. അതിനു വേണ്ടി പഠിക്കണം. ഒരു ദിവസം അവർക്ക് നമ്മൾ റിട്ടേൺ കൊടുത്തേ പറ്റത്തുള്ളൂ. അത് നമ്മൾ കൊടുക്കേണ്ടതാണ്. അടുത്ത വർഷത്തെ കുട്ടികളോട് പറയുവാണ്, റിസൾട്ട് ഡേ എയിം ചെയ്യും. നിങ്ങൾ പഠിക്കടാ, നിങ്ങൾ പഠിച്ചാൽ നമ്മളൊക്കെ പഠിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാനാ?
നമ്മളൊക്കെ പഠിക്കുന്നത് കിട്ടാൻ വേണ്ടിയില്ല, പഠിക്കാതെ ചുമ്മാ തെക്കോട്ടും പഠിച്ചിട്ട് കിട്ടിയില്ല അങ്ങ് പോട്ടെ, തോറ്റു പൊക്കോട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കും, സെറ്റായിട്ട് പഠിക്കും. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് കുട്ടികൾക്കെല്ലാം അടിപൊളിയായിട്ട് തന്നെ വരട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരു ദിവസം കാണാം.